ഫുസ്വഹ മീഡിയ പ്രസൻസ്. അനുസ്മരിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും അവിടുത്തെ ജലാലിയ റാത്തീബ് നാം ചൊല്ലിയതടക്കം ഈ മഹത്തായ മജ്‌ലിസിലേക്ക് നൽകപ്പെട്ട സംഭാവനകൾ, ഹദിയകൾ, നന്മകൾ, മജ്‌ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി ഓതപ്പെട്ട ഖത്മുകൾ എല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സദസ്സും ഈ അമലുകളൊക്കെയും ഭൗതിക ജീവിതത്തിലും നാളെ പാരത്രിക ലോകത്തും മഹാനായ ഔസുൽ ആദമിന്റെ മദദ് ലഭിക്കാൻ, ഹിഫ്ദ് ലഭിക്കാൻ, കറാമത്ത് കൊണ്ട് ജീവിതം ധന്യമാകാൻ അല്ലാഹു നിമിത്തമാക്കുമാറാകട്ടെ. മഹാന്മാരെ സ്നേഹിച്ച് അവർ കാണിച്ചു തന്ന വഴിയെ നടന്ന് അവരോടുള്ള നിഷ്കളങ്കമായ ബന്ധത്തിൽ മഹബ്ബത്തിലായി ജീവിച്ചു മരിച്ച് അവരോടൊപ്പം സ്വർഗ്ഗലോകത്ത് സയ്യിദുനാ വ ഹബീബുനാ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചാരയെത്താൻ അല്ലാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും വലിയ സൗഭാഗ്യം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ സമയം കൂടുതലായൊന്നും സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് ദുആഇന് വേണ്ടിയാണ് നാം എല്ലാവരും കാത്തിരിക്കുന്നത്. അസ്റിന് ശേഷം ജലാലിയ റാത്തീബ് ഇവിടെ നടന്നു. അൽഹംദുലില്ലാഹ് വലിയ സന്തോഷകരമായ മജ്‌ലിസ്. ധാരാളം മുത്തഅല്ലിമീങ്ങളും ഉസ്താദുമാരും ഒക്കെ പങ്കെടുത്തു. അതുപോലെ നാട്ടുകാരും പങ്കെടുത്തുകൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ. കോവിഡ് നിയന്ത്രണങ്ങളും അതിന്റെ നിയമങ്ങളും ഒക്കെ പാലിച്ചുകൊണ്ട് ചെറിയ രൂപത്തിലാണെങ്കിലും അൽഹംദുലില്ലാഹ് നമുക്ക് ഈ വർഷവും ഈ മഹത്തായ മജ്‌ലിസ് കൊണ്ടാടാൻ, നടത്തിക്കൊണ്ടുപോകാൻ സാധിച്ചു. അല്ലാഹു വരുന്ന വർഷങ്ങളിൽ ഇതിലും വിപുലമായ രൂപത്തിൽ ഒരു പ്രതിസന്ധിയും പ്രയാസവും ഒന്നുമില്ലാതെ ഒരുമിച്ചുകൂടാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ഈ സമയം പ്രത്യേകം ദുആ ചെയ്യുകയാണ്. നമുക്കറിയാം, ആരോട് ചോദിച്ചാലും ഔലിയാവിന്റെ നേതാവായി എല്ലാവരും മനസ്സിലാക്കിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഹബീബായ മുത്തുനബി തങ്ങളെ അംബിയാവിന്റെ നേതാവായി നാം ഒക്കെ മനസ്സിലാക്കിയതുപോലെ ഔലിയാവിന്റെ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഏതൊരു ചെറിയ ബോധമുള്ള കുട്ടിക്ക് പോലും അറിയാം, അത് മറ്റാരുമല്ല ഖുത്ബുൽ അഖ്താബ് ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അതുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ഒരു ഔലിയാക്കളെയും ഏറ്റെടുക്കാത്ത രൂപത്തിൽ വിശ്വാസി സമൂഹം ലോകത്തെവിടെയുണ്ടോ അവിടെയൊക്കെ മഹാനുഭാവനെ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ ആണ്ട് വരുമ്പോൾ, അല്ലെങ്കിൽ റബീഉൽ ആഖിർ മാസമാകുമ്പോൾ അവിടുത്തെ സ്മരണകളും അവിടുത്തെ മദ്ഹുകളും അവിടുത്തെ പേരിലുള്ള ഇതുപോലെയുള്ള സദസ്സുകളൊക്കെയും വിശ്വാസികൾ ഉള്ളിടത്ത് മുഴുവനും സംഘടിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു അവിടത്തേക്ക് നൽകിയ വലിയ സ്ഥാനത്തിന്റെ തെളിവാണ്. ഖുദ്സിയായ ഒരു ഹദീസിൽ കാണാം, ഞാൻ ഹദീസൊന്നും വിശദമായി പറയുന്നില്ല. അല്ലാഹു തആല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ മനുഷ്യനിക്ക് അല്ലാഹു പ്രത്യേകമായ സ്ഥാനം അവന്റെ അടുക്കൽ കൊടുക്കുന്നതോടൊപ്പം ഭൂമിയിൽ അല്ലാഹു തആല പ്രത്യേക സ്വീകാര്യത അവർക്ക് കൊടുക്കും. മുഅ്മിനീങ്ങളുടെ മനസ്സിൽ, മുഅ്മിനീങ്ങൾക്കിടയിൽ അവർക്ക് പ്രത്യേക സ്ഥാനവും ബഹുമാനവും പദവിയും അല്ലാഹു ഇഷ്ടപ്പെട്ട പ്രത്യേകക്കാർക്ക് അല്ലാഹു കൊടുക്കുമെന്ന് ഖുദ്സിയായ ഒരു ഹദീസിലൂടെ ഹബീബുനാ വ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവിടുന്ന് വഫാത്തായി നൂറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും അവിടുത്തെ പിൻതലമുറ ഇത്ര കൂടുതൽ ഓർക്കുന്നതും അവിടുത്തെ ആണ്ടുകൾ കൊണ്ടാടുന്നതും ഒക്കെ അല്ലാഹു അവിടത്തേക്ക് വലിയ സ്ഥാനം കൊടുത്തു എന്നതിന്റെ തെളിവാണ്. യഥാർത്ഥത്തിൽ ഈ സ്ഥാനം കിട്ടാൻ പല കാരണങ്ങളും മഹാനുഭാവന്റെ ജീവിതത്തിൽ മേളിച്ചിട്ടുണ്ട്. അല്ലാഹു വലിയ പദവി ബഹുമാനപ്പെട്ടവർക്ക് കൊടുക്കാൻ എത്രത്തോളം നമുക്കറിയാമല്ലോ. ഖുതുബായി വന്നോവർ പാനം അതേളിയിലും കേളി നിറച്ചോവർ, ബഹുമാനപ്പെട്ടവർ ഈ ലോകത്തേക്ക് കടന്നു വരുന്നത് തന്നെ
വിലായത്തിന്റെ വലിയ മർത്തബയാകുന്ന കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിച്ചുകൊണ്ടാണ്. ഔലിയാക്കൾ ഒരുപാട് മർത്തബകളിലുണ്ട്. ഔലിയാക്കൾ പല ഇനമുണ്ട്. മഹാന്മാര് പറയുന്നതായി കാണാം, ചില ഔലിയാക്കൾ അവർ വലിയാണെന്ന് തങ്ങൾക്കറിയാം. ഞാനൊരു വലിയ അള്ളാഹുവിന്റെ ഇഷ്ടദാസനാണെന്ന് തങ്ങൾക്കറിയാം, ജനങ്ങൾക്കും അറിയാം. അങ്ങനത്തെ ഒരു മർത്തബയുള്ള ആളുകളുണ്ട്. മറ്റൊന്ന്, ഞാനൊരു വലിയാണെന്ന് തനിക്കറിയില്ല, പക്ഷെ ജനങ്ങൾക്കൊക്കെ അറിയാം ഇദ്ദേഹത്തിന് എന്തോ ഒരു പവറുണ്ട്, എന്തോ ഒരു സ്ഥാനമുണ്ട്, അള്ളാഹു എന്തോ ഒരു പദവി ഇദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വാസികൾക്കൊക്കെ അറിയാം. പക്ഷെ അദ്ദേഹത്തിന് ആ തന്റെ പദവി സ്ഥാനം അറിയില്ല. അങ്ങനെയുള്ള ചില ഔലിയാക്കളുമുണ്ട്. മറ്റൊന്ന്, വേറൊന്ന്, തനിക്കും അറിയില്ല, ജനങ്ങൾക്കും അറിയില്ല. ജനങ്ങളൊക്കെ ഒരു സാധാരണക്കാരനായി കാണും, പക്ഷേ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ എന്ന് പറയുന്ന ഉന്നത പദവിയിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെയുള്ള ആളുകളുമുണ്ട്. അതുകൊണ്ടാണ് 40 മുഅ്മിനീങ്ങൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയാൽ അവിടെ അള്ളാഹുവിന്റെ ഔലിയായിൽപ്പെട്ടൊരു വലിയന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് മഹാന്മാര് പറയുന്നത്. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നിലയിൽ ഔലിയാക്കൾ അഖ്താബുകളുണ്ട്, അഗിയാസുകളുണ്ട്, അബ്ദാലുകളുണ്ട്, നുജബാവുകളുണ്ട്. അങ്ങനെ തുടങ്ങിയ ഔലിയാവ് പല സ്ഥാനങ്ങളും അലങ്കരിക്കുന്നവരുണ്ട്. അതിൽ ഏറ്റവും വലിയ സ്ഥാനം കുത്തുബ് എന്ന് പറയുന്ന സ്ഥാനമാണ്. കുത്തുബ് ഓരോ കാലഘട്ടത്തിലും ഒരു കുത്തുബുണ്ടാകുമെന്നാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ കുത്തുബുകൾ ഉണ്ടാകും. ആ കുത്തുബുകളിൽ വെച്ച് ആ കുത്തുബുകളുടെയും കുത്തുബാണ് മഹാനായ ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു അലൈഹി. ബഹുമാനപ്പെട്ടവർക്ക് ഈ സ്ഥാനം കിട്ടാൻ ഒരു കാരണം അവിടുത്തെ മാതാപിതാക്കളുടെ നന്മയാണ്. മാതാപിതാക്കളുടെ നന്മയും സൂക്ഷ്മതയും വറവുമാണ് ആ പൊന്നുമോൻ വലിയ മഹാനായി ലോകത്തേക്ക് കടന്നു വരാനുള്ള ഒരു കാരണം. നമുക്കറിയാം, ചരിത്രം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വാപ്പയും ഉമ്മയും ജീവിച്ച ആ സൂക്ഷ്മതയുള്ള ജീവിതം, ആ ജീവിതമാണ് നമുക്കറിയാമല്ലോ. നാം ഒരു കൃഷി നടത്തുമ്പോൾ ഒരു കൃഷിക്കാരനാണ്, ഒരു കർഷകനാണ് നാമെങ്കിൽ നാം നമ്മുടെ കൃഷി ഇറക്കുന്ന വയലിൽ നല്ല വിത്ത് വിതച്ചാലേ അതിൽ നിന്നുള്ള ഫലം, അതിൽ നിന്ന് മുളച്ചു വരുന്ന സസ്യങ്ങളും നന്നാവുകയുള്ളൂ. നാം വിതക്കുന്ന വിത്തിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ആ വിളവിലും കാണാൻ കഴിയും. ഇതുപോലെ ഉമ്മയും വാപ്പയും നല്ലവരാണെങ്കിൽ അവരിൽ നിന്നുണ്ടാകുന്ന മക്കളും നന്നാകും. ഇതേ അടിസ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ പരിശുദ്ധരായ ഒരു ഉമ്മയിലൂടെയും ഉപ്പയിലൂടെയും അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ഉപ്പ, അവിടുന്ന് മുത്തുനബിയുടെ പേരക്കുട്ടിയാകുന്ന ഹസൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ് പരമ്പര എത്തുന്നത്. ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്ന മാതാവ്, ആ മാതാവിന്റെ പരമ്പര എത്തുന്നത് മുത്തുനബിയുടെ മറ്റൊരു പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അങ്ങനെ മുത്തുനബിയുടെ 2 പേരമക്കളിലൂടെയാണല്ലോ സയ്യിദുമാർ, സാദാത്തുക്കൾ എന്ന് പറയുന്ന തങ്ങന്മാർ ഈ ലോകത്ത് നിലനിൽക്കുന്നത്. അവരിൽ വാപ്പ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിലൂടെയും അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുന്ത മഅ അബവ ഉമ്മൽ ശരീഫൈനി ഖദ് ഇജ്തമഅ ഫകുന്ത ശംസൻ വബദ്റൻ നൂറൻ ഇൽതമഅ അൻതൽ അഹഖു ലിതുദ്ആ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ യാ മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. വാപ്പയും ഉമ്മയും മുത്തുനബിയുടെ 2 പേരമക്കളിലൂടെ പരമ്പരയായി തലമുറയായി വന്ന സയ്യിദുമാരാണ്. ആ സയ്യിദുമാർ എന്നതിന് പുറമെ അവർ സൂക്ഷ്മ ജീവിതം നയിച്ചവരാണ്. ഒരു ഹറാമ് പോലും അവരുടെ വയറ്റിന്റെ അകത്തേക്ക് ചെന്നിട്ടില്ല. ആ രൂപത്തിൽ ഹലാല് ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മ ജീവിതം നയിച്ച ദമ്പതികളിൽ നിന്ന് അല്ലാഹു കൊണ്ടുവരുന്ന മഹാനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. അവിടുന്ന് വാപ്പയുടെ മുതുകിൽ നിന്ന് ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് കടന്നു വരുമ്പോഴേ ഔലിയാവിന്റെ മഖാമിൽ വലിയ സ്ഥാനം അലങ്കരിക്കുന്നവരാണ്. വളരെ ചെറുപ്പത്തിലെ എത്ര കറാമത്തുകൾ നമുക്ക് അവിടുത്തെ ജീവിതത്തിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയും. മഹാനുഭാവൻ 18 വയസ്സുള്ളപ്പോഴാണ്
18 വയസ്സുള്ളപ്പോഴാണ് ജീലാനിൽ നിന്ന് ബഗ്ദാദിലേക്ക് ഇൽമു പഠിക്കാൻ വേണ്ടി പോകുന്നത്. 91 വയസ്സുവരെ ബഹുമാനപ്പെട്ടവർ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത്. 18ാമത്തെ വയസ്സ് മുതൽ 51ാമത്തെ വയസ്സുവരെ നീണ്ട ദശാബ്ദക്കാലത്തോളം മഹാനുഭാവൻ ഹമ്മാദ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഉസ്താദുമാരുടെ അടുത്ത് ഇൽമു പഠിച്ചു. 18 വയസ്സ് മുതൽ 51 വയസ്സ് വരെ ബഹുമാനപ്പെട്ടവർ ഇൽമ സമ്പാദനത്തിന് വേണ്ടി ചെലവഴിച്ചു എന്നാണ്. അങ്ങനെ മഹാനായ ഹമ്മാദ് തങ്ങളുടെ അടുക്കൽ ദർസിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ 18 വയസ്സേ ഉള്ളൂ. 18 വയസ്സുള്ള നമ്മുടെ മക്കളുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ ഒരു 18 വയസ്സുള്ള കാലഘട്ടത്തിൽ ഹമ്മാദ് റളിയല്ലാഹു അൻഹു എന്ന ഉസ്താദിന്റെ അടുക്കൽ ഇൽമു പഠിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ടവർ ചെന്ന സമയം ബഗ്ദാദിൽ കാലഘട്ടം ഭരിച്ചിരുന്ന രാജാവ് ഒരു മത്സരം നടത്തുകയാണ്. ഒരു മത്സരം നടത്തുന്നു. അഥവാ രാജാവിന്റെ കൊട്ടാരത്തിൽ തനിക്ക് മാത്രം പ്രവേശനമുള്ള പ്രൈവറ്റ് മുറിയിൽ താൻ മാത്രം അറിയുന്ന ഒരു അറയിൽ ഒരു പെട്ടി വച്ചിട്ട് ആ പെട്ടിയുടെ ഉള്ളിൽ തനിക്ക് മാത്രം അറിയുന്ന ഒരു രഹസ്യ സാധനം രാജാവ് സൂക്ഷിക്കുകയാണ്. രാജാവിന്റെ ഭാര്യയ്ക്ക് അതെന്താണെന്നറിയില്ല, പ്രൈവറ്റ് സെക്രട്ടറിക്ക് അറിയില്ല, മന്ത്രിമാർക്കറിയില്ല, പരിചാരകന്മാർക്കറിയില്ല, ആർക്കും അറിയാതെ രാജാവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമായ വസ്തു ആ അറയിൽ, ആ മുറിയിൽ, ആ പെട്ടിയുടെ ഉള്ളിൽ മഹാനുഭാവന്റെ കാലഘട്ടത്തിൽ ഈ രാജാവ് സൂക്ഷിക്കുകയാണ്. എന്നിട്ട് രാജാവ് ഒരു പ്രഖ്യാപനം നടത്തുന്നു. ആ ബഗ്ദാദ് പട്ടണത്തിൽ, ഇറാഖിൽ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. രാജാവ് പറയുന്നു, ഞാൻ എന്റെ പ്രൈവറ്റ് മുറിയിൽ രഹസ്യമായി എനിക്ക് മാത്രം അറിയുന്ന രൂപത്തിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തു അതെന്താണെന്ന് ഈ നാട്ടിലെ പണ്ഡിതന്മാര് പറയണം. ഈ നാട്ടിലെ പ്രമുഖരായ പണ്ഡിതന്മാരെ ഓരോരുത്തരെയായി ഓരോ ദിവസം എന്റെ കൊട്ടാരത്തിലേക്ക് ഞാൻ ക്ഷണിക്കും. അവർ വന്ന് എന്റെ കൊട്ടാരത്തിന്റെ, എന്റെ റൂമിന്റെ മുന്നിൽ നിന്നുകൊണ്ട് ആ പെട്ടിയിൽ എന്താണ് ഞാൻ ഒളിപ്പിച്ചു വെച്ചതെന്ന് പറയണം. അങ്ങനെ പറയുന്നവർ മാത്രമേ യഥാർത്ഥ പണ്ഡിതന്മാരുള്ളൂ, അല്ലാത്തവരൊന്നും യഥാർത്ഥ പണ്ഡിതരല്ല എന്ന് വിധിച്ചുകൊണ്ട് അവരെ ഞാൻ എന്റെ വാളിനിരയാക്കും, ഞാൻ കൊന്നൊടുക്കുമെന്ന് രാജാവ് പ്രഖ്യാപനം നടത്തുകയാണ്. അങ്ങനെ ബഗ്ദാദിലുള്ള പ്രഗത്ഭരായ, ലോകമൊട്ടുക്കും അറിയപ്പെട്ട വലിയ വലിയ പണ്ഡിതന്മാരാണെന്ന് ബഗ്ദാദിൽ ഉണ്ടായിരുന്നത്. വലിയ മഹാന്മാരായ ഇൽമിന്റെ നിറകുടങ്ങളായ പണ്ഡിതന്മാർ, ഇൽമിന്റെ മഹാസമുദ്രങ്ങളാകുന്ന പണ്ഡിതന്മാർ. ആ പണ്ഡിതന്മാരെ ഓരോരുത്തരെയായി രാജാവ് ഓരോ ദിവസവും കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. രാജാവ് ചോദിക്കുന്നു, ഞാൻ അറിയുന്ന രഹസ്യമായ മുറിയിൽ ആ പെട്ടിയിൽ എന്താ ഒളിപ്പിച്ചു വെച്ചത്? തന്റെ മുന്നിൽ വരുന്ന പണ്ഡിതന്മാരെ മുഴുവനും രാജാവിന്റെ ചോദ്യത്തിന് മുമ്പിൽ പരിഭ്രമിച്ച് മുട്ടുമടക്കി തോറ്റു തുന്നം പാടുമ്പോ ഓരോ ദിവസവും പ്രഗത്ഭരായ പണ്ഡിതന്മാരെ കൊണ്ടുവന്നിട്ട് ഓരോ പണ്ഡിതന്മാരെയും ഈ രാജാവ് കൊന്നൊടുക്കുന്നു. അവസാനം 99 പണ്ഡിതന്മാരെ കൊല്ലുന്നു. 100ാമത്തെ പണ്ഡിതനായി രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണം ലഭിക്കുന്നത് അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന ഈ പൊന്നുമോന്റെ ഉസ്താദാകുന്ന ഹമ്മാദ് റളിയല്ലാഹു അൻഹുവിന് ക്ഷണം കിട്ടി. അന്ന് രാത്രി തന്റെ ശിഷ്യന്മാരെ മുഴുവനും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞു, മക്കളെ, ഞാൻ നാളെ പ്രഭാതത്തിൽ കൊട്ടാരത്തിലേക്ക് പോവുകയാണ്. എന്റെ മുമ്പ് പ്രഗത്ഭരായ 99 പേരും പോയി പരാജയപ്പെട്ടൊരു വിഷയത്തിനാണ് എന്നെ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പോയാൽ എന്തായാലും ഞാൻ മടങ്ങി വരില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. ആ മത്സരത്തിൽ ഞാൻ പരാജയപ്പെടും. പരാജയപ്പെട്ടാൽ എന്നെ രാജാവ് കൊണ്ടുകളയും. മക്കളെ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. നിങ്ങൾ ഞാൻ പഠിപ്പിച്ച വഴിയെ നടക്കണം എന്ന ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ആ ഉസ്താദും മക്കളും അവര് കരഞ്ഞ് ആ രാത്രി പിരിയുകയാണ്. എല്ലാവരും കരഞ്ഞു പിരിയുന്നു. ഉസ്താദ് പതുക്കെ മുറിയിലേക്കെന്ന് മാറുമ്പോ അബ്ദുൽ ഖാദിർ എന്ന് പറയുന്ന പൊന്നുമോൻ ചെറിയ കുട്ടിയാണ്. ആ ദർസിൽ പ്രഗത്ഭരായ മുതിർന്നവര മക്കളുമുണ്ട്. പക്ഷേ തുടക്കത്തിൽ വന്ന കുട്ടിയാണ് അബ്ദുൽ ഖാദിർ. അബ്ദുൽ ഖാദിർ എന്ന കുട്ടി ഉസ്താദിന്റെ പിന്നാലെ മുറിയിലേക്ക് കടന്നു ചെല്ലുന്നു. ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ, നാളെ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് ക്ഷണം വന്നുകൊണ്ട് ഉസ്താദ് പോകുമ്പോൾ പരിവാരങ്ങൾ തങ്ങളെ കൊണ്ടുപോകുന്ന സമയത്ത് അവിടുത്തെ ഒരു ഖാദിമായി കൂടെ ഞാനും വരാം ഉസ്താദേ. അവിടുത്തെ ചെരുപ്പെടുക്കാൻ, അവിടുത്തെ വ്യാഗ് പിടിക്കാൻ, അവിടുത്തെ വടി പിടിക്കാൻ ഒരു ഖാദിമായി ഞാനും വരാം ഉസ്താദേ എന്ന് പറയുമ്പോ ഉസ്താദ് പറയുന്നു, മോനെ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല.
നിങ്ങളുടെ മുന്നിൽ വെച്ച് മരണപ്പെടുക എന്ന് എനിക്കൊരിക്കലും ഊഹിക്കാൻ പോലും കഴിയില്ല, ഞാൻ സമ്മതിക്കില്ല. എല്ലാവരും ഇവിടെ വെച്ചുകൊണ്ട് പിരിയുക തന്നെ. അബ്ദുൽ ഖാദർ എന്ന മോൻ വീണ്ടും വീണ്ടും ശാഠ്യം പിടിക്കുന്നു. ഞാൻ വരാം ഉസ്താദ്, സമ്മതിക്കണമെന്ന് ശാഠ്യം പിടിക്കുന്നു. അവസാനം നിർവാഹമില്ലാതെ ഉസ്താദ് സമ്മതം കൊടുക്കുന്നു. പിറ്റേന്ന് കൊട്ടാരത്തിൽ നിന്ന് പരിവാരങ്ങൾ വന്നു. ഉസ്താദെ രാജാവിന്റെ സേവകന്മാര് ഭടന്മാര് വന്നു. ഉസ്താദിനെ കൂട്ടിപ്പോകുമ്പോൾ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന ഈ ചെറിയ മകൻ ഉസ്താദിന്റെ വ്യാകുലത്തുകൊണ്ട് വടി പിടിച്ചുകൊണ്ട് ഉസ്താദിന്റെ ഹാദിമായി പിന്നാലെ യാത്രയാവുകയാണ്. എല്ലാവരോടും യാത്ര പറഞ്ഞ് കൊട്ടാരത്തിലേക്ക് രണ്ടുപേരും കൂടി നടന്നു നീങ്ങുകയാണ്. പോകുന്ന വഴിയിൽ അബ്ദുൽ ഖാദർ എന്ന മകൻ ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ, കൊട്ടാരത്തിലെത്തിയിട്ട് രാജാവ് ഇത് എന്താണെന്ന് ചോദിക്കുമ്പോൾ എന്താണ് നിങ്ങൾ ഞാൻ ഒളിപ്പിച്ചു വെച്ച വസ്തു എന്താണെന്ന് പറയണമെന്ന് പറയുമ്പോ, ഉസ്താദെ നിങ്ങൾ പറയേണ്ടത് ഈ മറുപടിയാണ്, ഞാൻ ഈ പറയുന്ന മറുപടി ഉസ്താദെ അവിടെന്ന് പറയണം. അഥവാ ഇത്രയും നിസ്സാരമായ കാര്യത്തിന് മറുപടി തരാൻ ഒരിക്കലും ഞാൻ വരേണ്ടിയിരുന്നില്ല. എന്റെ ദർസിൽ പഠിക്കുന്ന മക്കളിൽ ചെറിയൊരു മകൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്. അവൻ ഈ നിസ്സാരമായ കാര്യത്തിന്റെ മറുപടി പറഞ്ഞുകൊള്ളും. എന്റെ ആവശ്യമുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദെ ആ ചോദ്യം എന്നിലേക്ക് തട്ടിയിട്ട് നിങ്ങളെന്ന് ഒഴിഞ്ഞേക്കണം, ബാക്കി കാര്യങ്ങൾ ഞാൻ ഏറ്റു ഉസ്താദെ. ഉസ്താദ് പറഞ്ഞു, മോനെ ഒരിക്കലും സമ്മതിക്കില്ല, ഞാൻ സമ്മതിക്കില്ല, ഞാൻ എന്തായാലും മരിക്കും, നിന്നെ കൂടി കൊല കൊടുക്കാൻ ഞാനില്ല മകനെ. അവസാനം അബ്ദുൽ ഖാദർ നിർബന്ധിച്ച് ശാഠ്യം പിടിച്ചു പറയുമ്പോ ഈ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന മകന്റെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉസ്താദിന് പരിചയമുണ്ട്. അബ്ദുൽ ഖാദർ ദർസിൽ പഠിക്കുമ്പോ മറ്റുള്ള കുട്ടികളെ പോലെയല്ല ഈ ഒരു കുട്ടിയെന്ന് ഉസ്താദിന് അറിയാം. ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും പഠനത്തിന്റെ വിഷയത്തിലാണെങ്കിലും അദബിന്റെ വിഷയത്തിലാണെങ്കിലും എല്ലാ വിഷയത്തിലും ഈ കുട്ടിക്കൊരു പ്രത്യേകതയുണ്ടെന്ന് ഉസ്താദിനറിയാം. ഉസ്താദ് അവസാനം സമ്മതിക്കുന്നു, തലകുലുക്കുന്നു. രണ്ടുപേരും കൂടി അവസാനം അതേ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് എത്തുന്നു. കൊട്ടാരത്തിലെത്തി രാജാവ് ആ റൂമിന്റെ മുന്നിൽ നിർത്തിയിട്ട് ഇതിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വച്ച പെട്ടിയിൽ എന്താണുള്ളത്, ഞാൻ രഹസ്യമായി എനിക്ക് മാത്രം അറിയുന്ന വസ്തു എന്താണെന്ന് രാജാവ് ഹമ്മാദ് തങ്ങളോട് ചോദിക്കുമ്പോ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പൊന്നുമോൻ പറഞ്ഞതുപോലെ ഉസ്താദ് പറയുന്നു, രാജാവേ, ഇത്രയും നിസ്സാരമായ വസ്തുവിന്റെ മറുപടി പറയാൻ, ഇത്രയും നിസ്സാരമായ പരീക്ഷണത്തിന് വേണ്ടി, മത്സരത്തിന് വേണ്ടി ഞാൻ വരേണ്ടിയിരുന്നില്ല. എന്റെ ദർസിൽ പഠിക്കുന്ന ചെറിയ പൊന്നുമോൻ എന്റെ കൂടെ വന്നിട്ടുണ്ട്, അവൻ മറുപടി പറയും രാജാവേ എന്ന് പറഞ്ഞിട്ട് ഉസ്താദ് ഒഴിഞ്ഞു മാറുന്നു. രാജാവ് അബ്ദുൽ ഖാദർ എന്ന മോന്റെ നേരെ തിരിഞ്ഞുകൊണ്ട് പറയുന്നു, മോനെ, നീ പറയുമെന്നാണ് ഉസ്താദ് പറഞ്ഞത്, നീ പറഞ്ഞോ, ഇല്ലെങ്കിൽ നിന്നെയും ഉസ്താദിനെയും ഞാൻ വകവരുത്തും. രാജാവിന്റെ മുന്നിൽ അബ്ദുൽ ഖാദർ എന്ന് പറയുന്ന പൊന്നുമോൻ നിന്നുകൊണ്ട് രാജാവിനോട് പറയുന്നു, രാജാവേ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ സമ്മതം തരണം. കാന ഇദാ ഹദബഹു അംറൻ ബഅദ ഇല സ്വലാ ഹബീബുനാ വസയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശീലം എങ്ങനെയാണ്? അവിടുത്തെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ, എന്തെങ്കിലും പ്രയാസങ്ങൾ വന്നാൽ, എന്തെങ്കിലും സങ്കടം വന്നാൽ അവിടുത്തെ സ്വഭാവം ഇദാ ഹസബഹു അംറുൻ ബാദറ ഇല സ്വലാഹ്, പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് നിൽക്കലാണ്. സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ. ഒരു മാനസിക പ്രയാസം ഉണ്ടായാൽ മുത്തുനബിയുടെ ശൈലി എങ്ങനെയാ? പെട്ടെന്ന് നിസ്കരിക്കും, നിസ്കാരം നിർവഹിക്കുമ്പോഴേക്കും ആ മാനസികമായ പ്രയാസം അങ്ങ് തീർന്നിരിക്കും. ആ രൂപത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം അങ്ങനെയാണ്. ആ ഒരു ചെല്ലിയാണ് പൂർവികർ മുഴുവനും കൊണ്ടു നടന്നത്. എന്നാൽ ഇന്ന് നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്കൊരു തലവേദന വന്നാൽ, അല്ലെങ്കിൽ ചെറിയൊരു വിഷമം നമുക്കുണ്ടായാൽ ഉള്ള നിസ്കാരത്തിൽ അലസത കാണിക്കുന്നവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അല്ലാഹു നമ്മയൊക്കെ നന്നാക്കി പെരുമാറാകട്ടെ. ആന്മാരുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസം വന്നാൽ അവർ നിസ്കാരത്തിലേക്ക് ഒന്നുകൂടി ആക്റ്റീവാകുന്ന, ഒന്നും കൂടി അതിലേക്ക് ഇറങ്ങുന്ന, കൂടുതൽ നിസ്കരിക്കുന്ന സമാധാനത്തിന് വേണ്ടി നിസ്കാരം കൊണ്ട് അല്ലാഹുവിൽ നിന്ന് മനസ്സമാധാനം പ്രതീക്ഷിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വഴിയെ നടന്നു വന്ന പൂർവികർ മുഴുവനും ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോനും രാജാവിനോട് പറയുന്നു, രാജാവേ, എനിക്ക് 2 റക്അത്ത് നിസ്കരിക്കാൻ അവിടുന്ന് സമ്മതം തരണം. രാജാവ്
അബ്ദുൽ ഖാദർ എന്ന പൊന്നുമോൻ 2 റക്അത്ത് പെട്ടെന്ന് നിസ്കരിക്കുന്നു. പെട്ടെന്ന് നിസ്കാരം കഴിയുന്നു. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഖുലൂബുൽ ആരിഫീന ലഹാ ഉയൂനുൻ തറാ മാ ലാ യറാഹുൻ നാദിറൂന വഅജ്നിഹത്തുൻ തതീറു ബിഗൈരി റീശ ഇലാ മലകൂതി റബ്ബിൽ ആലമീന. നിസ്കാരം കഴിഞ്ഞ ഉടനെ അബ്ദുൽ ഖാദർ എന്ന ഈ പൊന്നുമോൻ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് വാനലോകത്തേക്ക് ഈ മകൻ നോക്കുന്നു. കരയുടെ ഭാഗത്തേക്കും നോക്കുന്നു, കടലിന്റെ ഭാഗത്തേക്കും നോക്കുന്നു. 3 ഭാഗത്തേക്കും നോക്കിയതിനു ശേഷം ഈ പൊന്നുമോൻ കൊട്ടാരത്തിൽ രാജാവിന്റെ മുന്നിലേക്ക് കയറി വന്നുകൊണ്ട് പറയുന്നു, രാജാവേ, നിങ്ങൾ മാത്രം അറിയുന്ന രൂപത്തിൽ രഹസ്യമായി ആ പെട്ടിയുടെ ഉള്ളിൽ നിങ്ങൾ സൂക്ഷിച്ചിട്ടുള്ളത് ഒരു മീനിന്റെ തലയും വാലുമല്ലേ രാജാവേ? രാജാവ് കിടുകിടാ വിറക്കുകയാണ്. മോനെ, നീ ഇതെങ്ങനെ അറിഞ്ഞു? നീ ഇത് എങ്ങനെ മനസ്സിലാക്കി? ഇവിടെ എത്ര സസ്യങ്ങൾ മുളച്ചു പൊന്തി നിൽക്കുന്നുണ്ടെന്ന വിവരം അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. കടലിൽ അടിച്ചു വീശുന്ന തിരമാലകളുടെ എണ്ണം എത്രയെന്ന് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. കടൽക്കരയിലുള്ള മണൽത്തരികളുടെ എണ്ണം എത്രയെന്ന് അല്ലാഹു എനിക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് എന്ന് പാടി പറഞ്ഞ മഹാനായ അബ്ദുൽ ഖാദിർ ജീലാനി രാജാവിനോട് പറയുന്നു, രാജാവേ, ഞാൻ 2 റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്തതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഞാൻ വാനലോകത്തേക്ക് നോക്കിയപ്പോ വാനലോകത്തുള്ള സകല പടപ്പുകളെയും അല്ലാഹു എനിക്ക് ഒഴിവാക്കി തന്നു. ഇരുന്ന ഇരുട്ടിന്മേൽ ആകാശം കണ്ടോവർ വാനലോകത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ മുഴുവൻ സൃഷ്ടികളെയും എനിക്ക് റബ്ബ് ഒഴിവാക്കി തന്നു. പക്ഷേ അതിൽ ഞാനൊരു കുറവും കണ്ടില്ല രാജാവേ. കരയുടെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ കരയിലുള്ള മുഴുവൻ പടപ്പുകളെയും എനിക്ക് ഒഴിവാക്കി തന്നു. അതിലും ഒരു കുറവും ഞാൻ കണ്ടില്ല രാജാവേ. അവസാനം കടലിന്റെ ഭാഗത്തേക്ക് ഞാൻ നോക്കിയപ്പോ കടലിലുള്ള ജീവികളെ എനിക്ക് കാണിച്ചു തന്ന കൂട്ടത്തിൽ ഒരു മത്സ്യത്തിന്റെ ഉടല് മാത്രമേ എനിക്ക് കാണാൻ കഴിഞ്ഞുള്ളൂ. ഒരു മത്സ്യത്തിന്റെ ഉടല് മാത്രം, ബാക്കിയുള്ളതൊന്നും കുറവ് കണ്ടില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, രാജാവേ, നിങ്ങൾ പിടിച്ചു വച്ചിരിക്കുന്നത് ഒരു മത്സ്യത്തിന്റെ തലയും വാലുമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ മറുപടി തന്നെന്ന് രാജാവിനോട് പറഞ്ഞിട്ട് രാജാവിനെ ആ പൊന്നുമോൻ ഉപദേശിക്കുകയാണ്. രാജാവേ, ഇത്രയും നിസ്സാരമായ കാര്യത്തിന് വേണ്ടി 100ഓളം വരുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാരെ നിങ്ങൾ കൊന്നൊടുക്കിയില്ലേ? വേണ്ടിയില്ലായിരുന്നു രാജാവേ, ചെയ്യേണ്ടിയില്ലായിരുന്നു രാജാവേ എന്ന് പറഞ്ഞ് രാജാവിനെ പൊന്നുമോൻ ഉപദേശിക്കുമ്പോൾ ആ രാജാവ് തൗബ ചെയ്തുകൊണ്ട് നല്ല വഴിയിലേക്ക് കടന്നു വരികയാണ്. ആ രാജാവിന്റെ കൂടെ പരിവാരങ്ങളും വിശുദ്ധമായ ദീനിന്റെ സന്തോഷങ്ങളിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ളവരെ, ഈ രൂപത്തിൽ ചെറുപ്പത്തിലെ തന്നെ, വളരെ ചെറുപ്പത്തിലെ തന്നെ വലിയ കറാമത്തുകൾ അല്ലാഹു കൊടുത്ത്, വലിയ പദവി കൊടുത്ത്, വലിയ സ്ഥാനം കൊടുത്ത് അലങ്കരിച്ചവനാണ് ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. ആ വലിയ സ്ഥാനമാണ്. അവിടുത്തെ സ്മരണയിലൂടെ അവിടുന്ന് വഫാത്തായി 6-ാം നൂറ്റാണ്ടിൽ അവിടുന്ന് വഫാത്തായിട്ടുണ്ട്. അതേ 6-ാം നൂറ്റാണ്ടിൽ വഫാത്തായതിനു ശേഷം 9 നൂറ്റാണ്ടുകളായി അവിടുത്തെ സ്മരണകൾ ലോകമൊട്ടുക്കും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടത്തേക്ക് അല്ലാഹു കൊടുത്ത ഉന്നതമായ സ്ഥാനമാണ് ഈ ആദരവിലൂടെ ഇതുപോലെയുള്ള മഹത്തായ മജ്‌ലിസുകളിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കൊടുത്ത കറാമത്ത് കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മെ കബൂൽ ചെയ്യുമാറാകട്ടെ, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ നിർത്തുകയാണ്. അവസാനമായി പറയാനുള്ളത്, പ്രിയമുള്ളവരെ, ഇത്തരം മഹാന്മാരെ നാം അനുസ്മരിക്കുന്നത് കൊണ്ട് നമുക്ക് അവരുമായിട്ടൊരു ബന്ധമുണ്ടാക്കിയെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അവരോടൊരു ബന്ധം നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ
നമ്മുടെ സമ്പത്തുകൾ അവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതിലൂടെ, അവർക്ക് വേണ്ടി അവരെ പറഞ്ഞുകൊണ്ട് കേട്ടുകൊണ്ട് അല്പസമയം നാം ചെലവഴിക്കുന്നതിലൂടെ, അവിടുത്തെ ആണ്ടുകൾ നാം നടത്തുന്നതിലൂടെ, അവിടുത്തെ പേരിൽ ദിവസവും ഫാത്തിഹ സൂറത്ത് ഓതുന്നതിലൂടെ ആ ബന്ധം നമുക്ക് ദൃഢമായി കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ നമുക്ക് രക്ഷയുണ്ട് കേട്ടോ. വകൽബുഹും ബാസിത്തും ദിറാഇഹി ബിൽ വസീദ്. എല്ലാ വെള്ളിയാഴ്ചയും വിശ്വാസികളോട് ഓതാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സൂറത്തുൽ കഹ്ഫ് ഓരോ ആഴ്ചയിലും ആവർത്തിച്ച് നിങ്ങൾ പാരായണം ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം പറയുമ്പോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതിലൂടെ വലിയ ഒരുപാട് ഗുണങ്ങൾ വിശ്വാസികൾ ഏറ്റെടുക്കാൻ വേണ്ടി വിശുദ്ധ ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട്. അതിലൊന്നാണ് അസ്ഹാബുൽ കഹ്ഫ് എന്ന് പറയുന്ന ഗുഹാവാസികളാകുന്ന ഔലിയാക്കൾ. ആ ഔലിയാക്കളെ സ്നേഹിച്ച് പിന്നാലെ കൂടിയ നായ. ആ നായ ഭയമുള്ളവരെ നമ്മളെ പോലെ തക്ലീഫുള്ള ജീവിയല്ലല്ലോ, അഖിലുള്ള ജീവിയല്ലല്ലോ, ബുദ്ധിയുള്ള ജീവിയല്ലല്ലോ, വിവേക ബുദ്ധിയുള്ള ജീവിയല്ലല്ലോ. അങ്ങനെയുള്ള നായ, ആ നായ മുഗല്ല നായ, ഇസ്ലാം പരിചയപ്പെടുത്തിയ നായ, ആ നായയെ എന്ന് പറയുന്ന നായ ആ ഔലിയായിന്റെ പിന്നാലെ കൂടി അവരെ മഹബ്ബത്ത് വെച്ച് പ്രിയം വെച്ച് പിന്നാലെ കൂടിയ കാരണം കൊണ്ട് റബ്ബ് ആ നായക്ക് സ്വർഗത്തിൽ അവസരം കൊടുക്കുന്നു, സ്വർഗത്തിൽ ഇടം കൊടുക്കുന്നു. മുഹമ്മദ് മുസ്തഫ ഈ ഔലിയാനെ സ്നേഹിക്കുന്നതിലൂടെ നാം തങ്ങളെ കണ്ടിട്ടില്ല, നാം കണ്ട പല മഹാന്മാരും ഉണ്ടാകും. ഇവിടെ ഈ നാടിന്റെ തൊട്ടടുത്താണ് പട്ടാള ഉപ്പാപ്പ. എന്റെ ചെറുപ്പത്തിൽ അവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവിടുത്തെ ജീവിതത്തിൽ നിന്ന് കറാമത്തുകൾ അനുഭവിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതേ അത്തരത്തിലുള്ള ഒരുപാട് മഹാന്മാര് നമ്മുടെ നാട്ടിലും പരിസരങ്ങളിലുമൊക്കെ ഉണ്ട്. അതേ ഈ കിടക്കുന്ന മഖ്ബറയിൽ ആയിരക്കണക്കായ വിശ്വാസികളിൽ എത്രയോ ഔലിയാക്കളുണ്ട്, സ്വാലിഹീങ്ങളുണ്ട്, സാദാത്തുക്കളുണ്ട്. ആ മഹാന്മാരും ഒക്കെയായി ഒരു ബന്ധം സ്ഥാപിച്ച് ആ മഹബത്ത് അടിയുറച്ച മഹബത്താകണം. അതേ രഹസ്യമായി നാം ഇരിക്കുമ്പോ അവരെ വിളിച്ചോ, അവര് വിളി കേൾക്കും. അവരെ നാം വിളിച്ചാൽ വല്ല നിലത്തീരും എന്നെ വിളിപ്പോർക്ക് വായൂടതു തീരം ചെയ്യും ഞാനെന്നോവർ. നമുക്ക് സങ്കടങ്ങളുണ്ട്. ഭൗതിക ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റബ്ബിന്റെ പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി, അതിനു പുറകെ വേറെ ഒന്നായി നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഞാനും നിങ്ങളുമൊക്കെ അനുഭവിക്കുന്നുണ്ട്. ഇത് ദുനിയാവിന്റെ സങ്കടമാണ്. ഇത് ചിലപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും കഴിഞ്ഞങ്ങ് നീങ്ങിയേക്കാം. പക്ഷെ ഇതിനേക്കാളപ്പുറം ആഖിറത്തിന്റെ കാര്യം, നമ്മുടെയൊക്കെ അവസ്ഥ വലിയ സങ്കടത്തിലാണ്. നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാൻ ഒന്നുമില്ലല്ലോ. ഒരു റക്അത്ത് നിസ്കാരം ഇന്ന് മഗ്രിബ് ഞാൻ നിങ്ങളുമൊക്കെ നിസ്കരിച്ചു. തുടക്കം മുതൽ ഒടുക്കം വരെ പൂർണ്ണമായില്ല. അല്ലാഹുവിന് വേണ്ടിയാണ് നിസ്കരിച്ചത്, വേറൊരു ചിന്തയുമില്ലാതെ നിസ്കരിച്ചു എന്ന് പറയാൻ എനിക്ക് കഴിയുമോ, നമുക്ക് കഴിയുമോ? നമ്മുടെ നിസ്കാരത്തിന്റെ കഥ അങ്ങനെയാണ്. നമ്മുടെ ഖുർആന്റെ കഥയും നഷ്ടത്തിലാണ്. നമ്മുടെ എല്ലാ അമലുകളും നഷ്ടത്തിലാണ്. ഇവിടെയാണ് നമുക്ക് ഈ മഹാന്മാരെ പിടിവള്ളിയായിട്ടുള്ളത്. അവരെ മഹബത്ത് വെച്ച് ആ സ്നേഹമെങ്കിലും കളങ്കമില്ലാതെയായി കിട്ടിയാൽ, ആ മഹബത്ത് കളങ്കമില്ലാതെയായി കിട്ടണം, ആ സ്നേഹം കളങ്കമില്ലാതെയായി കിട്ടണം. കിട്ടിയാൽ തീർച്ചയാണ് എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ. എന്റെ മുരീദുകൾ നരകത്തിയില്ലെന്ന് നരകത്തെ കാക്കും ലക്ക് പറഞ്ഞോവർ. മഹാന്മാരുമായി ബന്ധപ്പെട്ട് ദിവസവും അവരെ ഓർത്ത് അവിടുത്തെ ഹദറത്തിലേക്ക് ഒരു ഫാത്തിഹയെങ്കിലും ദിവസവും ഓതാൻ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട്. എന്റെ കയ്യിൽ നിത്യവും ഒരു ഫാത്തിഹാരെങ്കിലും ഓതിക്കഴിഞ്ഞാൽ അവന്റെ ദീനും ദുനിയാവും ആഖിറവും പിടിക്കാൻ ഞാൻ ഉണ്ടാകും, രക്ഷപ്പെടുത്താൻ ഞാൻ ഉണ്ടാകുമെന്ന് അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരുടെ ദിവസം ഒരു ഫാത്തിഹ ഓതി ഒരു ബന്ധമുണ്ടാക്കണം.
അല്ലെങ്കിൽ ഒരു 10 സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലെങ്കിൽ കഴിയുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ അവിടുത്തെ ഹദറത്തിലേക്ക് നിത്യേന കൊടുത്തയച്ചുകൊണ്ട് ഒരു ബന്ധമുണ്ടാക്കിയാൽ അൽഹംദുലില്ലാഹ് ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ കുടുംബം ബഹുമാനപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫത്വ എന്ന് പറഞ്ഞു. അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ, അല്ലാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. മഹാനുഭാവന്റെ മദദ് കൊണ്ട് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും ആ സഹോദരന്റെ കുടുംബത്തെയും ഒക്കെ അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. അടുത്ത പേരിൽ ബന്ധമുണ്ടാക്കിയെടുക്കണം. അതിന് അല്ലാഹു നമുക്കൊക്കെയും വലിയ സൗഭാഗ്യം നൽകുമാറാകട്ടെ. മാത്രം ദുആ ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് എളിയ വാക്കുകൾ നിർത്തുകയാണ്.